ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൺ. ഇന്നിവിടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി പറയുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 5 ചെറിയ വഴുതനങ്ങയാണ് ഇവിടെ എടുത്തേക്കണത്. നല്ല വലുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. അത് നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കറി വെക്കാൻ പോണ പാത്രത്തിൽ വെക്കുക. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 3 പച്ചമുളക് നടുക് കീറിയതും, ഒരു സവാള സ്ലൈസ് ആക്കിയതും, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചതും. ഇത് നല്ല അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പുളി കൂടുതൽ ആവശ്യം വേണ്ടവർ നമ്മൾ സാധാ ഉള്ള പുളി നല്ലോണം പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇതിൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കണം അടപ്പത്ത് വെച്ചിട്ട്. ഇത് നല്ലോണം തള വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ചൂട് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളെ കറി ഇപ്പോൾ നല്ലോണം വറ്റി ഉപ്പും പുളിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ താളിക്കണം. താളിച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നാൽ ഒരു 3 വറ്റൽ മുളക് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്നായി വന്നാൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമല്ലേ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.